നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ BEd, M.Ed പൂർത്തിയാക്കാം. ഗ്ലോബൽ അക്കാദമി, കലൂർ, കൊച്ചി. നമസ്കാരം. ഇപ്പോൾ വെളിപ്പെടുത്തലുകളുടെ കാലമാണ്. ആരെന്ത് വെളിപ്പെടുത്തിയാലും സമൂഹത്തിൽ അത് വിവാദങ്ങളുടെ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം CPM-ന്റെ സഹചാരിയായിരുന്ന, CPM-ന്റെ മുഖപത്രമായിരുന്ന, അല്ലെങ്കിൽ CPM-ന്റെ ഇപ്പോഴും മുഖപത്രമായ അവരുടെ പ്രധാന പ്രചരണ ഉപാധിയായ പാർട്ടിയുടെ മുഖപത്രം ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന G. ശക്തിധരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലൂടെ അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തെല്ലൊന്നുമല്ല അമ്പരപ്പുളവാക്കിയിരിക്കുന്നത്, വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് CPM-ന്റെ സമുന്നതനായ ഒരു നേതാവ് ദേശാഭിമാനി സന്ദർശിച്ചിരുന്നുവെന്നും ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരവധി ആളുകൾ അവിടെ എത്തിയിരുന്നുവെന്നും അവർ നൽകിയ ഏതാണ്ട് 2,35,00,000 രൂപ താനും തൻ്റെ സഹപ്രവർത്തകരും എണ്ണി തിട്ടപ്പെടുത്തി 2 കൈതോലപ്പായയിൽ കെട്ടി ആ നേതാവിന്, CPM-ലെ സമുന്നതനായ നേതാവിന് കാറിൽ കൊടുത്തയച്ചു, തിരുവനന്തപുരത്തേക്ക് കൊടുത്തയച്ചു എന്നുള്ളതാണ് ശക്തിധരൻ തൻ്റെ FB പോസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നത്. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ വരെ എത്തിയ ആ നേതാവിനെ കുറിച്ച് ശക്തിധരൻ വെളിപ്പെടുത്തുമ്പോൾ ആ നേതാവിൻ്റെ കൂടെ ഇന്ന് മന്ത്രിസഭയിൽ സമുന്നതനായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു, ആ മന്ത്രിയായിരുന്നു കാർ ഓടിച്ചിരുന്നത് എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ശക്തിധരൻ നടത്തിയിരുന്നത്. ആ കോലാഹലങ്ങൾ തെല്ലൊന്നുമല്ല CPM-ലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലും ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ. എന്നാൽ ആ കോളിളക്കങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് ഇതാ ശക്തിധരൻ വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നു. അതും തൻ്റെ FB പേജിലൂടെ തന്നെയാണ്. അതായത് KPCC പ്രസിഡന്റ് K. സുധാകരനെ കൊല്ലാൻ വേണ്ടി 5-അംഗ കൊട്ടേഷൻ സംഘത്തെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ FB പേജിലൂടെ ശക്തിധരൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. K. സുധാകരനെ കൊല്ലുവാൻ വേണ്ടി 5-അംഗ കൊട്ടേഷൻ സംഘത്തെ ഒരു സമുന്നതനായ നേതാവ് ഏൽപ്പിച്ചിരുന്നു, കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്നു. ഈ 5-അംഗ സംഘത്തിൽ ഒരു 5-ാം പത്തിയും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശക്തിധരൻ അതിവിസ്ഫോടനാത്മകമായ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം K. സുധാകരൻ്റെ ആജന്മ രാഷ്ട്രീയ ശത്രുക്കൾ എന്നറിയപ്പെട്ടിരുന്നത് P. ജയരാജനും EP ജയരാജനുമാണെങ്കിൽ, എന്നാൽ അതിലുപരി അവരൊന്നുമല്ല, വേറൊരു നേതാവാണ്, മറ്റൊരു നേതാവാണ് ഈ സുധാകരനെ കൊട്ടേഷൻ ഏൽപ്പിച്ച് കൊല്ലുവാൻ ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ശക്തിധരൻ വെളിപ്പെടുത്തുന്ന അതിവിസ്ഫോടനാത്മകമായിട്ടുള്ള വാർത്ത, കോളിളക്കം സൃഷ്ടിക്കുന്ന ഈ വാർത്ത. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ശക്തിധരൻ ഉയർത്തിവിട്ട കൈതോലപ്പായയുടെ കെട്ടഴിയുന്നത്, അല്ലെങ്കിൽ കൈതോലപ്പായ ചുരുളഴിയുന്നത് അതീവ രഹസ്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് CPM-നെ പൂർവാധികം വെട്ടിലാക്കിക്കൊണ്ട്, അതായത് CPM-ന് തൃപ്തികരമായ യാതൊരു മറുപടിയും പറയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ശക്തിധരൻ്റെ ആദ്യത്തെ FB പോസ്റ്റെങ്കിൽ ഇപ്പോൾ CPM-നെ തീർത്തും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ശക്തിധരൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് KPCC-യുടെ സമുന്നതനായ നേതാവ് K. സുധാകരനെ അപായപ്പെടുത്താൻ വേണ്ടി, കൊല ചെയ്യാൻ വേണ്ടി 5-അംഗ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചിരുന്നു. ഇത് CPM-ന്റെ സമുന്നതനായ നേതാവാണ്. നെതർലാൻഡ് വരെയുള്ള ബന്ധങ്ങളെക്കുറിച്ചെല്ലാം തൻ്റെ FB പോസ്റ്റിൽ ശക്തിധരൻ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് ക്രൈമിൻ്റെ വെളിപ്പെടുത്തലല്ല, ക്രൈം എന്ന മാധ്യമത്തിൻ്റെ വെളിപ്പെടുത്തലല്ല. തൻ്റെ FB പേജിലൂടെ, അതായത് CPM-ന്റെ സഹയാത്രികനായിരുന്ന, അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന G. ശക്തിധരൻ, ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്ന G. ശക്തിധരൻ തൻ്റെ FB പേജിലൂടെ ഇന്ന് വെളിപ്പെടുത്തിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. K. സുധാകരനെ അപായപ്പെടുത്താൻ, അതായത് കൊല ചെയ്യാൻ വേണ്ടി 5-അംഗ കൊട്ടേഷൻ സംഘത്തെ CPM ഏൽപ്പിച്ചിരുന്നു. CPM-ന്റെ സമുന്നതനായ ഒരു നേതാവ് കൊട്ടേഷൻ കൊടുക്കുകയുണ്ടായി. തന്നെ നിരന്തരം സൈബർ ഗുണ്ടകളെ കൊണ്ട് പ്രകോപിപ്പിക്കുന്ന തൻ്റെ 6 മാസം പ്രായമുള്ള പേരക്കുട്ടിയെപ്പോലും സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്യുന്ന CPM-ന്റെ സൈബർ ഗുണ്ടകൾ ഇനിയും തനിക്കെതിരെ പ്രകോപനവുമായി പുറത്തിറങ്ങിയാൽ, അല്ലെങ്കിൽ തനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിരവധി കഥകൾ, അതായത് സാക്ഷ്യപ്പെടുത്തലുകൾ താൻ നടത്തും. ഇതുവരെ കേരള ചരിത്രം അറിയാത്ത, കേരളത്തിൻ്റെ CPM-ന്റെ ചരിത്രം അറിയാത്ത നാറുന്ന കഥകൾ, ഞെട്ടിക്കുന്ന കഥകൾ സമൂഹത്തോട് താൻ വിളിച്ചു പറയുമെന്ന് തന്നെയാണ് ശശിധരൻ തൻ്റെ FB പോസ്റ്റിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
തന്നെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കാനോ പ്രകോപിപ്പിച്ച് നിശബ്ദനാക്കാനോ CPM-ന്റെ അണിയറ പ്രവർത്തകരോ സൈബർ ഗുണ്ടകളോ തുനിഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ അടിവേര് തന്നെ ഇളക്കുന്ന അല്ലെങ്കിൽ മുച്ചൂടും മുടിപ്പിക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ താൻ അക്കമിട്ട് അടയാളപ്പെടുത്തി നടത്തും എന്നുള്ളത് തന്നെയാണ് ശക്തിധരൻ ഇപ്പോൾ തൻ്റെ FB പേജിലൂടെ വെളിവാക്കുന്നത്. ഒരു കാരണവശാലും തനിക്കെതിരെ തിരിയുന്നവർക്കെതിരെ താൻ നിശബ്ദനായിരിക്കില്ല. ആളും അർത്ഥവും അധികാരവും ഗുണ്ടാ സംഘങ്ങളെയും കാണിച്ച് തന്നെ നിശബ്ദനാക്കാൻ, കൊട്ടേഷൻ സംഘങ്ങളെയും കാണിച്ച് തന്നെ നിശബ്ദനാക്കാൻ ആരും തുനിയേണ്ട എന്ന് തന്നെയാണ് ശക്തിധരൻ തൻ്റെ FB പേജിലൂടെ പറയാതെ പറയുന്നത്. തന്നെ ഒരു കാരണവശാലും നിശബ്ദനാക്കി മൂലക്കിരുത്താൻ ആരും നോക്കണ്ട, തന്നെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഏത് വലിയ നേതാവായാലും തനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ സമൂഹത്തോട് വിളിച്ചു പറയുമെന്ന് തന്നെയാണ് ശക്തിധരൻ ഈ FB പേജിലൂടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി താൻ പറഞ്ഞിരിക്കുന്നു. ഇനിയും തനിക്കറിയാവുന്ന നിരവധി കാര്യങ്ങൾ താൻ FB പേജിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞാൽ CPM-ന്റെ അടിവേരിളകിപ്പോകും. CPM-ന്റെ നാറാണക്കള്ളി പറിച്ചുകൊണ്ടായിരിക്കും താൻ ഈ രംഗത്ത് നിന്ന് പിന്മാറുക, അല്ലെങ്കിൽ താൻ സാമൂഹ്യ സേവന രംഗത്ത് നിന്ന് പിന്മാറുക എന്നുകൂടിയാണ് ശക്തിധരൻ പറയാതെ പറയുന്നത്. എന്തായാലും ശക്തിധരൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തെല്ലൊന്നുമല്ല കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം തീർത്തു പറയാനാവും. ആശയങ്ങളെ ആശയം കൊണ്ട് എതിർക്കാതെ കായികമായി, അല്ലെങ്കിൽ ഒരാളെ കായികമായി ഇല്ലാതാക്കാൻ വേണ്ടി CPM നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശക്തിധരൻ എന്ന ദേശാഭിമാനിയുടെ പഴയ അസോസിയേറ്റ് എഡിറ്റർ, CPM-ന്റെ സഹകാരിയായ അല്ലെങ്കിൽ സഹചാരിയായ ശക്തിധരൻ. മറ്റാരുടെയും പ്രേരണ കൊണ്ടായിരിക്കില്ലല്ലോ ഒരു കാരണവശാലും ശക്തിധരൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തുക. ശക്തിധരനെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും പിണിയാളുകളായിട്ടല്ല ഞാനിങ്ങനെ പ്രവർത്തിക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും അദ്ദേഹത്തെ വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരു കാരണവശാലും നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി താൻ ഒരു ദൂതുമായി ഇറങ്ങേണ്ട ആവശ്യവുമില്ല. സൈബർ ഗുണ്ടകൾ ഇപ്പോൾ എനിക്കെതിരെ പ്രചരിപ്പിക്കുന്ന പ്രചാരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇനിയും സൈബർ ഗുണ്ടകൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തനിക്കോ തൻ്റെ കുടുംബത്തിന് നേരെയോ വന്നു കഴിഞ്ഞാൽ, തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇനിയും വെളിപ്പെടുത്താനുള്ള നിരവധി ആരോപണങ്ങൾ, പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള നിരവധി സത്യാവസ്ഥകൾ താൻ സാക്ഷ്യപ്പെടുത്തും എന്നുകൂടി തന്നെയാണ് ശക്തിധരൻ ഈ FB പേജിലൂടെ കൃത്യമായി പറയുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ, CPM-ന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ കഥകൾ, നാറുന്ന കഥകൾ, രാഷ്ട്രീയ പാരമ്പര്യത്തിനോ രാഷ്ട്രീയ ആദർശത്തിനോ നിരക്കാതെ CPM ചെയ്തു കൂട്ടിയ ചെയ്തികൾ കൃത്യമായി താൻ സമൂഹത്തോട് തുറന്നു പറയും എന്നുള്ളത് തന്നെയാണ് ശശിധരൻ ഇപ്പോൾ പറയാതെ പറയുന്നത്. അല്ലെങ്കിൽ CPM-ന് ശക്തിധരൻ കൊടുക്കുന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ്, താക്കീത് തന്നെയാണ് ശക്തിധരൻ്റെ ഈ FB പോസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നതും നോക്കിക്കാണുന്നതും. കൈതോലപ്പായയിൽ 2,35,00,000 രൂപ കൊണ്ടുപോയ സമുന്നതനായ നേതാവ്, CPM-ന്റെ സമുന്നതനായ നേതാവ്, ടൈംസ് സ്ക്വയർ വരെ എത്തി നിൽക്കുന്ന നേതാവ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ആരിലേക്കാണ് ശശിധരൻ്റെ ഈ വാൾമുന എത്തി നിൽക്കുന്നത് എന്നുള്ളത് നേതാക്കൾ ഒന്നടങ്കം കണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു കൈതോലപ്പായയും 2,35,00,000 രൂപയും. ടൈംസ് സ്ക്വയറിലെത്തിയ നേതാവ് ആരാണ്, ഏത് നേതാവിനെയാണ് ശക്തിധരൻ ഉന്നം വയ്ക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായി CPM-നും അല്ലെങ്കിൽ മറ്റിതര രാഷ്ട്രീയ കക്ഷികൾക്കും പ്രതിപക്ഷങ്ങൾക്കും ഏറെക്കുറെ സൂചന കിട്ടിക്കഴിഞ്ഞു. എന്നാൽ ആരെയും പേരെടുത്ത് ശക്തിധരൻ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് CPM-ന് ഇപ്പോൾ ആകെ കൂടിയുള്ള ഒരു പിടിവള്ളി. എന്നാൽ ആ പിടിവള്ളിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സമൂലം വെട്ടിയരിഞ്ഞുകൊണ്ട് തന്നെയാണ് CPM-ന്റെ കൊള്ളരുതായ്ക്കെതിരെ ഇപ്പോൾ ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനിയും തന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പുറത്തു പറയാൻ തൻ്റെ കൈവശം ഇരിക്കുന്ന അനവധി രേഖകളും സംഭവങ്ങളും ജനത്തിനോട് താൻ വിളിച്ചു പറയുമെന്ന് തന്നെയാണ് CPM-ന് ശക്തിധരൻ കൃത്യമായ താക്കീത് നൽകിയിരിക്കുന്നത്. തന്നെ ഇല്ലാതാക്കിയാൽ പോലും ഇത്തരം രേഖകൾ പുറത്തു വരുമെന്നുള്ളത് തന്നെയാണ് ശക്തിധരൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ ശക്തിധരൻ്റെ ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത്. എന്തായാലും CPM-ന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് CPM നേരിടുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിലൂടെയാണ് CPM-ന്റെ സർക്കാരും കടന്നു പോകുന്നത്. ഇത്തരം ആരോപണങ്ങൾക്ക് CPM സർക്കാരും ജനങ്ങളോട് മറുപടി പറയാൻ ഏറെ വിയർക്കേണ്ടതായി വരും.
കൈതോലപ്പായയും 2,35,00,000 രൂപയും പുച്ഛിച്ചു തള്ളുന്ന MV ഗോവിന്ദൻ അടക്കമുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കൾ എന്തായാലും ശക്തിധരന്റെ ഈ വെളിപ്പെടുത്തലോട്, അതായത് സുധാകരനെതിരെ 5-അംഗ സംഘത്തെ കൊട്ടേഷനായി, അതായത് സുധാകരനെ കൊല്ലുവാൻ വേണ്ടി 5-അംഗ സംഘത്തെ CPM നിയോഗിച്ചിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ നിയോഗിച്ചിരുന്നു എന്ന ശക്തിധരന്റെ ഈ മറുപടിയോട് അല്ലെങ്കിൽ ആരോപണത്തിനോട് മറുപടി പറയാതെ മാറി നിൽക്കാൻ ഒരു കാരണവശാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഒളിച്ചോടാനോ CPM-നാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗം നിരീക്ഷിക്കുന്ന, സാഹൂതം നോക്കിക്കാണുന്ന ഈ വർത്തമാനം. എന്തായാലും രാഷ്ട്രീയ ആദർശങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ, മഹിതമായ രാഷ്ട്രീയ പാരമ്പര്യത്തിന് നിരക്കാത്ത രീതിയിൽ, രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ ഓരോ സംഘടനകളിൽ നടക്കുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾ പിൽക്കാലത്താണ് സമൂഹം അറിയുന്നത്, ജനങ്ങൾ അറിയുന്നത്. തങ്ങൾ ആരെയാണ് ഇത്രയും നാളെ വിശ്വസിച്ചു കൊണ്ട് നടന്നിരുന്നത്, ആരെയാണ് തങ്ങൾ തോളിലേറ്റി നടന്നിരുന്നത്, ആരെയാണ് തങ്ങൾ ചുമലിലേറ്റി നടന്നിരുന്നത് എന്നുള്ളതെല്ലാം ജനത്തിന് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ശക്തിധരന്റെ ഈ വെളിപ്പെടുത്തലുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം മൂക്കത്ത് വിരൽ വെച്ച് ആലോചിക്കുന്നത്. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ശക്തിധരന്റെ ഈ വെളിപ്പെടുത്തലുകൾ CPM-നും ഇടതുകക്ഷികൾക്കും തെല്ലെന്നുമല്ല അമ്പരപ്പുളവാക്കിയിരിക്കുന്നത്, ആശങ്ക ഉളവാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നിരുന്ന കേരളത്തിലെ CPM-നും ഇടതുപക്ഷത്തിനും കൂനുമേൽ കുരുവായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നതും നോക്കിക്കാണുന്നതും. എന്തായാലും വരും കാലങ്ങളിൽ ശക്തിധരന്റെ ഈ വെളിപ്പെടുത്തലുകളോട് CPM-ഉം മറ്റിതര രാഷ്ട്രീയ കക്ഷികളും എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടി കേരളത്തിൽ ജനം സാഹൂതം വീക്ഷിക്കുക തന്നെയാണ്. CPM എന്തായാലും ഒരു വലിയ വെട്ടിൽ വീണിരിക്കുന്നു, വലിയ കുഴിയിൽ ചാടിയിരിക്കുന്നു. ഒരു കാരണവശാലും ന്യായീകരിക്കാതെയോ അല്ലെങ്കിൽ തങ്ങളുടെ വശം ജനങ്ങളോട് വിശദീകരിക്കാതെയോ മാറി നിൽക്കാൻ ഇക്കാര്യത്തിൽ CPM-ന് തീർച്ചയായും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ ഗൗരവവും പ്രാധാന്യവും. എന്തായാലും ശക്തിധരൻ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിനോട് CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ആരും തന്നെ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കൈതോലപ്പായയോട് പോലും കൃത്യമായ പ്രതികരണം നടത്താത്ത CPM ഇത്തരം ഗുരുതരമായ ആരോപണത്തിൽ നിന്ന് മാറി നിൽക്കാനോ കൈ കഴുകാനോ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും CPM-ന്റെ സമുന്നതരായ നേതാക്കളുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ഉടനടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ BEd, M.Ed പൂർത്തിയാക്കാം. UGC, NCTE, UPSC, കേരള PSC അംഗീകൃതം. തിങ്ക് ടീച്ചിംഗ് കരിയർ, തിങ്ക് ഗ്ലോബൽ അക്കാഡമി. കൂടുതൽ വിവരങ്ങൾക്ക് 1800 123 2893 ഗ്ലോബൽ അക്കാഡമി, കലൂർ, കൊച്ചി.